നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP വിഷയത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് DGPയെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടായേക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. 1500 കേന്ദ്രങ്ങളിലായി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ. 20-ാം തീയതി വരെ ക്യാമ്പയിൻ തുടരും. ജില്ലാതല ഉദ്ഘാടനം VD സതീശൻ നിർവഹിക്കും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി K. സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകിയെന്നാണ് കേസ്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന പ്രവചനം. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയെന്ന കാലാവസ്ഥാ കേന്ദ്രം. MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി MT പോലീസിൽ പരാതി നൽകി. കുടുംബം വീട്ടിൽ ഇല്ലാതിരുന്ന സെപ്റ്റംബർ 29, 30 തീയതികളിലാണ് മോഷണം നടന്നതെന്ന സൂചന. തൃശൂരിൽ ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ്. ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി തെളിവ്. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP വിഷയത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് DGPയെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടായേക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. CPI നേതൃത്വത്തിൽ വീണ്ടും ഭിന്നത. CPIയിൽ വക്താക്കൾ വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്ന ബിനോയ് വിശ്വം. ADGP വിഷയത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണമാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിൽ SSF മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസാരവൽക്കരിക്കുന്നു. CPM ഇങ്ങനെ പോയാൽ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്നും മുഖപ്രസംഗത്തിൽ വിമർശനം. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. 1500 കേന്ദ്രങ്ങളിലായി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകും. 20-ാം തീയതി വരെ ക്യാമ്പയിൻ തുടരും. ജില്ലാതല ഉദ്ഘാടനം VD സതീശൻ നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. കേസ് എഴുതി തള്ളിയ വിവരം യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ നിന്ന് ബോധപൂർവം മറച്ചുവെച്ചെന്ന ആരോപണം. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നുവെന്നും ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെതിരെ KPCC ജനറൽ സെക്രട്ടറി AA ശുക്കൂർ രംഗത്ത്. അജയുടെ നീക്കം സംശയകരമാണെന്നും പാർട്ടി അന്വേഷിക്കണമെന്നും ശുക്കൂർ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി K. സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകിയെന്നാണ് കേസ്. കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി. വനം വകുപ്പിന്റെയും RRTയുടെയും നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമാണ് തെരച്ചിൽ നടത്തി സാധുവിനെ കണ്ടെത്തിയത്. കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെയാണ് നാട്ടാന കാട് കയറിയത്. തടത്താവിള മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് ഇന്നലെ പുതുപ്പള്ളി സാധു ഉൾക്കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പുതുപ്പള്ളി സാധുവിന് കാര്യമായ പരിക്കുകൾ ഇല്ലെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന പ്രവചനം. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം.
MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം, 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി MT പോലീസിൽ പരാതി നൽകി. കുടുംബം വീട്ടിൽ ഇല്ലാതിരുന്ന സെപ്റ്റംബർ 29, 30 തീയതികളിലാണ് മോഷണം നടന്നതെന്ന് സൂചന. തൃശൂരിൽ ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ്. ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി തെളിവെടുക്കും. അതിനുശേഷം കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിക്കും. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കോട്ടയത്ത് ആംബുലൻസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. പാലപ്ര സ്വദേശി PK രാജുവാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. പൊൻകുന്നം അട്ടിക്കലിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാലായിലെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം കാലിലൂടെ കയറിയിറങ്ങിയ വയോധികന്റെ കാൽ മുറിച്ചു മാറ്റി. വെട്ടിക്കവല ഉളിയനാട് സ്വദേശി വർഗീസ് മാത്യുവിന്റെ കാലാണ് മുറിച്ചു മാറ്റിയത്. കൺമണി എന്ന ബസ്സാണ് അപകടമുണ്ടായത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അപകടം. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. ഒറ്റപ്പാലം പാലക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരികയായിരുന്ന എതിർദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറികളാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മുസ്തഫയെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജാതി വിവേചനം ആരോപിച്ച് CPI-യുമായി ഏറ്റുമുട്ടിയ കണ്ണൂർ എടാട്ടെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ അന്തരിച്ചു. പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പുലർച്ചെ കണ്ണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. വരുമാന മാർഗമായ ഓട്ടോറിക്ഷ CPM പ്രവർത്തകർ കത്തിച്ചു എന്നാരോപിച്ച് നടത്തിയ സമരങ്ങളിലൂടെയാണ് ചിത്രലേഖ ശ്രദ്ധ നേടിയത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാധ്യമങ്ങൾ മാറണമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കേരള പത്രപ്രവർത്തക യൂണിയൻ 60ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര സദ്യ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ 50 മൺചിരാതുകൾ തെളിയിച്ചു. കൂടുതൽ ദേശീയ വാർത്തകൾ. ഹരിയാന പോളിംഗ് ബൂത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ്. 90 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. സംസ്ഥാനമെങ്ങും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനം 8-ാം തീയതി. ഹരിയാന, ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം ചൊവ്വാഴ്ച അറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് പുറത്തുവരും. പ്രതീക്ഷയോടെ മുന്നണികൾ. ഭുവനേശ്വർ വിമാനത്താവള വികസനം ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. 1 മാസത്തിനുള്ളിൽ വിമാനത്താവളത്തിന്റെ ശേഷി പ്രതിവർഷം 80 ലക്ഷം എന്ന നിലയിലേക്ക് എത്തിക്കും. ഇതിനായി പുതിയ ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭുവനേശ്വരിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. മധ്യപ്രദേശ് മന്ത്രിസഭാ യോഗം ആദ്യമായി സിംഗ്രാപൂർ ഗ്രാമത്തിൽ. റാണി ദുർഗാവതിയുടെ 500ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് തീരുമാനം. തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഗോണ്ട്വാന ഭരണാധികാരികളായ രാജാ ദൽപത് ഷായുടെയും റാണി ദുർഗാവതിയുടെയും തലസ്ഥാനമായിരുന്നു ഇത്. ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ഗാമാ-റേ ടെലസ്കോപ്പ് സ്ഥാപിച്ചു ഇന്ത്യ. സമുദ്രനിരപ്പിൽ നിന്ന് 4270 മീറ്റർ ഉയരത്തിൽ ലഡാക്കിലെ മലനിരകളിലാണ് ഇത് സ്ഥാപിച്ചത്. നക്ഷത്രങ്ങളുടെ ജനന മരണവും മറ്റ് പ്രപഞ്ച രഹസ്യങ്ങളും പഠിക്കുകയാണ് ലക്ഷ്യം. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററാണ് വികസിപ്പിച്ചെടുത്തത്. കർണാടക ഉടുപ്പി ജില്ലയിലെ ഉപ്പുണ്ടയിൽ മലിനജലം കുടിച്ച് 100-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം. പ്രാദേശിക വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നം. വെള്ളത്തിൽ സാൽമൊണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്ഥിരീകരണം. വാട്ടർ ടാങ്ക് ശുചീകരിക്കാത്തതാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പ്രദേശവാസികൾ.
സാക്കിർ നായിക്കിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക്. വിവാദ ഇസ്ലാമിക മതപ്രഭാഷകനെ പാകിസ്ഥാൻ ആദരിച്ചതിന് പിന്നാലെയാണ് നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു സാക്കിർ. കൊടും കുറ്റവാളിക്ക് പാകിസ്ഥാൻ നൽകിയ സ്വീകരണം അപലനീയമെങ്കിലും ആശ്ചര്യപ്പെടാനില്ലെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. മുംബൈയിലെ ആദ്യ ദുർഗർഭ മെട്രോ പാത ഇന്ന് തുറക്കും. പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. മെട്രോ പാതയ്ക്കൊപ്പം മെട്രോ കണക്ട് 3 എന്ന ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. കൂടുതൽ അന്തർദേശീയ വാർത്തകൾ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്ക. യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഹൂതികളുടെ 15 താവളങ്ങൾ തകർത്തുവെന്ന അമേരിക്കൻ വക്താവ്. ആയുധ സംഭരണശാലകളും ആക്രമിച്ചു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 250 ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. 2000-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും അവകാശവാദം. നേപ്പാളിലെ പ്രളയത്തിൽ മരണം 236. കണ്ടെത്താനുള്ളത് 20ഓളം പേരെ. നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. കാഠ്മണ്ഡുവിലെ പ്രധാന നദിയായ ബാഗ്മതി ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കൂടുതൽ ബിസിനസ് വാർത്തകൾ. ഇന്റർനെറ്റ് സേവനദാതാവായ പി-കെയർ സംസ്ഥാനത്ത് വൻകിട വികസന പദ്ധതി നടപ്പാക്കുന്നു. ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എന്റർപ്രൈസ് നെറ്റ്വർക്ക് സൊല്യൂഷനുകൾ എന്നീ മേഖലകളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന പി-കെയർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കും. സ്മാർട്ട് സിറ്റി ആസ്ഥാനമായാണ് പ്രവർത്തനം. പോത്തിറച്ചി കയറ്റുമതിയിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് ലഭിച്ചത് $374.05 കോടി വരുമാനമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. ഇന്ത്യ പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്നത് 70-ഏറെ രാജ്യങ്ങളിലേക്കാണ്. സൗദി അറേബ്യ, റഷ്യ, UAE, അൾജീരിയ, പടിഞ്ഞാറൻ ആഫ്രിക്കൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യ വിപണികൾ. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ IPO ഒക്ടോബർ 14-ന് ആരംഭിച്ചേക്കുമെന്ന് സൂചന. 16-ാം തീയതി വരെ നിക്ഷേപകർക്ക് അപേക്ഷിക്കാനാകും. അടുത്തയാഴ്ച പകുതിയോടെ ഓഹരി വില പ്രഖ്യാപിക്കുമെന്നും സൂചന. 25,000 കോടി രൂപയുടേതാണ് ഹുണ്ടായിയുടെ മെഗാ IPO. കേര ഫെഡിന്റെ കേര വെളിച്ചെണ്ണ ലിറ്ററിന് 35 രൂപയായി ഉയർന്നു. 3 ആഴ്ചക്കിടെ പൊതുവിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് 57 രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് കേര ഫെഡും വില കൂട്ടിയത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 2 തവണയായി ലിറ്ററിന് 65 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തർ കളത്തിലേക്ക്. വൈകിട്ട് 5-ന് ലിവർപൂൾ ക്രിസ്റ്റൽ FC പാലസിനെ നേരിടും. ആഴ്സണൽ സതാംപ്റ്റൺ പോരാട്ടവും ഇന്ന്. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. പരമ്പരയിൽ 3 മത്സരങ്ങൾ. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് മത്സരം. സഞ്ജു സാംസൺ കളിച്ചേക്കും. സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ഗ്വാളിയാറിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് T20 മത്സരത്തിന് കനത്ത സുരക്ഷ. മത്സരം ഉപേക്ഷിക്കണമെന്ന ഭീഷണിയുമായി ഹിന്ദു മഹാസഭ രംഗത്തെത്തിയതോടെയാണ് സുരക്ഷ ശക്തമാക്കിയത്. ബംഗ്ലാദേശിൽ ഹിന്ദു മതവിഭാഗക്കാരെ ആക്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു മഹാസഭയുടെ പ്രതിഷേധം. വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ന്യൂസിലാൻഡിനോട് 54 റൺസിന് തോറ്റു. ഇന്ത്യക്ക് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകം.